ഞാൻ മമ്മിക്ക് വേണ്ടി ഇനി ചായ ഉണ്ടാക്കില്ല. ശരി, സമ്മതിച്ചു. നീ ചായ ഉണ്ടാക്കണ്ട. സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ. അതെ, നമ്മൾ ഡൈനിങ് ടേബിളിലിരുന്ന് കഴിക്കുമ്പോ ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ, ആ സമയത്തൊന്നും ഞാൻ മമ്മിക്ക് വിളമ്പി തരാൻ പോകുന്നില്ല. മമ്മി സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കണം. അത് നിന്റെ കടമയല്ലേ? നിന്റെ അമ്മായി അമ്മയ്ക്ക് ഫുഡ് വിളമ്പി തരേണ്ടത്. മമ്മി മമ്മി ഉണ്ടല്ലോ, ആദ്യം തീരുമാനിക്കും മമ്മിക്ക് എന്താ വേണ്ടെന്ന്. പ്രിയയോട് പ്രതികാരം ചെയ്യണോ അതോ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണോ? ആ ശരി, സമ്മതിച്ചു. ഈ കണ്ടീഷനും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. തീർന്നോ? തീരുന്നതെങ്ങനെ? മൂന്നാമത്തെ കണ്ടീഷനും ഉണ്ട് എനിക്ക്. ഇനിയുണ്ടോ കണ്ടീഷൻസ്? അതെന്താണെന്നോ, ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് നേരം കിടന്നുറങ്ങും. അതായത് എനിക്ക് ഇഷ്ടമുള്ള നേരം വരെ ഞാൻ കിടന്നുറങ്ങും. അതിന് മമ്മി എന്നെ വഴക്ക് പറയാൻ പാടില്ല. എന്താ, ഓക്കെ ആണോ? ഇവളീ സിറ്റുവേഷൻ നന്നായിട്ട് മുതലെടുക്കുക. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത് എന്റെ ആവശ്യമായിപ്പോയില്ലേ. ശരി, അതും ഞാൻ സമ്മതിക്കുന്നു. നിന്റെ ഈ കണ്ടീഷന് ഞാൻ സ്വീകരിക്കാം. ഇപ്പൊ സന്തോഷായോ? മതി മമ്മി, സന്തോഷമായി. ദൈവം എന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തന്നു. എനിക്കിപ്പോ തോന്നുന്നതേ ഞാൻ മമ്മിയുടെ അമ്മായി അമ്മയും മമ്മി എന്റെ മരുമകളും ആണെന്ന്. അപ്പൊ നമ്മളിപ്പോ ടീമായല്ലോ. ആ, ഓഫ് കോഴ്സ്. യെസ് 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 യെസ്. ഈ മമ്മിക്ക് ഇതെന്താ പറ്റിയേ? ഇതെന്തായാലും നന്നായി മൈഥിലി. നിന്റെ കണ്ടീഷൻസ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ മമ്മി അക്സെപ്റ്റ് ചെയ്തല്ലോ. പക്ഷെ അതുമാത്രമല്ല, പ്രിയയോട് എനിക്കും പ്രതികാരം ചെയ്യണം. അവൾ ഒറ്റ ഒരുത്തി കാരണമാ രാജേട്ടൻ ഇപ്പോഴും എന്നോട് പിണങ്ങിയിരിക്കുന്നേ. ഓക്കെ ഗൈസ്, ഇനി ഇവള് കൂടെ ഉണ്ടല്ലോ, മതി. എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? നമ്മളിവിടെ ജോലി ചെയ്യാനൊന്നുമല്ല വന്നത്, നമ്മളിവിടെ ചിൽ ആൻഡ് എൻജോയ് ചെയ്യാനാണ് വന്നത്. സോ റിലാക്സ്. എനിക്ക് പാർട്ടിയൊന്നും ഇഷ്ടമല്ല. മ്യൂസിക്, ഇരുട്ട്, ഡ്രിങ്ക്സ് ഒരുപാട് കുടിക്കും, ഭക്ഷണവും കഴിക്കില്ലേ. എന്ത് ഫണ്ണാ. ദിസ് ഈസ് ന്യൂ ഏജ് എന്റർടൈൻമെന്റ്. ഇതെന്ത് എന്റർടൈൻമെന്റാ? വെറുതെ ലൗഡ് മ്യൂസിക്കിൽ ഡാൻസ് കളിക്കുന്നു, കൊരങ്ങന്മാരെ പോലെ. ഒരുപാട് കള്ളു കുടിക്കും, പിറ്റേ ദിവസം ഹാങ് ഓവർ ആവും. രാത്രിയിലെ എൻജോയ്മെന്റ് രാവിലെ തലവേദനയാവും. നിനക്കിതൊന്നും ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനാരാ? ബോസ്. ബോസ് ഈസ് ഓൾവേസ് റൈറ്റ്. ഈ ഏട്ടൻ എന്താ ഇതുവരെ വരാത്തെ? ഈ സ്ഥലം വീട്ടിൽ നിന്ന് അധികം ദൂരെയൊന്നും അല്ലല്ലോ. What the hell? ഏട്ടൻ എന്തിനാ ഇവിളെയും കൊണ്ടുവന്നത്? പ്രിയ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ഫുൾ പ്ലാനും കുളവാവും. ഇല്ല, ഞാൻ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഫോളോ മീ. ഏട്ടാ, വാട്സ്ആപ്പ് മൈ സിസ്റ്റർ. ഏട്ടാ, ഹൗ യു? എന്താ ഇത്ര വൈകിയേ? ചീഫ് ഗസ്റ്റ് അല്ലേ, അപ്പോൾ താമസിച്ചല്ലേ വരാൻ പറ്റൂ. അതും ശരിയാ. പാർട്ടി ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ലേറ്റ് ആയിട്ട് തന്നെ വരണം. എക്സാക്ട്ലി. ഏട്ടാ, ഒരു സെക്കൻഡ് ഒന്ന് അങ്ങോട്ട് വരുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, എന്താ പ്രോബ്ലം? കുറച്ച് പേഴ്സണലാ, പ്ലീസ്. പേഴ്സണൽ ആണോ? ഇനി ചേട്ടനും അനിയത്തിക്കും കുറച്ച് പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ട്. പരിചയമില്ലാത്തവരോട് സംസാരിക്കാൻ നിൽക്കരുത്, ബിസ്ക്കറ്റും വാങ്ങി കഴിക്കണ്ട. ഓക്കെ? ഏട്ടാ, വാട്ട് ഈസ് ദിസ്? ഐ മീൻ, ഏട്ടന് നന്നായിട്ട് അറിയാലോ ഇത് പ്രൈവറ്റ് പാർട്ടിയല്ലേ, അതിലെന്തിനാ സെക്രട്ടറി കൊണ്ടുവന്നത്? ഇത് പ്രൈവറ്റ് പാർട്ടി ആണെങ്കിൽ ഇപ്പൊ എന്താ? അവളെന്റെ സെക്രട്ടറിയാ, ഞാൻ പോകുന്നിടത്തെല്ലാം വരും. ഏട്ടാ, എന്താ ഇത്? അകത്തുള്ളവർ ഏത് ടൈപ്പിലുള്ള ആളുകളാണെന്ന് ഏട്ടന് അറിയാലോ. ഓൾ ദീസ് ആർ ടോപ്പ് ക്ലാസ്, ലീഡ് ക്ലാസ്. അതിനിടയിൽ ഇവൾ അകത്ത് വന്നാൽ ഇവള് സ്വയം അൺകംഫർട്ടബിൾ ആവില്ലേ? പിന്നെ അകത്ത് വെച്ച് റെക്കോർഡിങ്ങോ റോക്ക് കോൺസേർട്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവൾക്ക് ഏട്ടനെ സഹായിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അകത്ത് പോയാൽ പിന്നെ ഏട്ടൻ പാർട്ടി അടിച്ചു പൊളിക്കാനാ പോകുന്നത്. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ആസ് എ ഗേൾ അവൾ അകത്തിരുന്ന് ഭയങ്കര ബോറടിക്കും. ഐ ഗസ് യു ആർ റൈറ്റ്. അവളിവിടെ എന്ത് ചെയ്യാനാ? അവൾക്ക് ബോറടിക്കില്ലേ? ഇൻഫാക്ട് അവൾക്ക് ഇവിടെ വരണമെന്നോലും ഇല്ലായിരുന്നു, ഞാനാ നിർബന്ധിച്ച് കൊണ്ടുവന്നേ. ഏട്ടാ, ഐ തിങ്ക് ഇപ്പൊ തന്നെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഓക്കെ, ഓൾ റൈറ്റ്. കാറ്റടി, നിന്റെ ജോലി ഇന്നത്തേക്ക് കഴിയുവാണ്. ഇപ്പൊ വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ 10 മണിയാകുമ്പോ വാ. പക്ഷേ ഇപ്പോഴല്ല സാർ ഞാൻ എന്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു. പക്ഷേ ഞാനാരാ? ബോസ്. ബോസ് ഈസ് ഓൾവേസ് റൈറ്റ്. ഇനി നീ എന്താ ചെയ്യണ്ടേ? 10 മണിക്ക് വരണം. എക്സാക്ട്ലി. ബൈ. ഇനി എനിക്ക് അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. Oh my God!
Hi Abhi, I'm Nisha. Sir, ഒരു selfie. Please, And I'm a please, great sir. fan of yours. I have heard all songs of you. I just can't believe you're here. I'm so happy. Oh my God. പ്ലീസ് ഒരു സെൽഫിയാ. Yeah, sure. Come on. Thank you. All right. Oh my God. വേർ ഇസ് തനു? പാർട്ടിയുടെ സ്പെഷ്യൽ ഗസ്റ്റ് വന്നു, എന്നിട്ടും തനുവിനെ കണ്ടില്ലല്ലോ. Hey, look. Da vannu avಳು. Hi. Wow, she's looking so gorgeous. Hello, baby. How are you? Hello, how are you? Hi. You look so gorgeous. I love your dress so much. Oh my God, Abhi, I will see you soon. Okay. Excuse me. Thank you so much, Abhi. ഞാൻ പറഞ്ഞിട്ട് നീ ഇത്ര കുറഞ്ഞ സമയത്തിനകം വന്നല്ലോ. I'm very happy. Thank you so much. Okay, dear. Don't worry about it. നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. Thank you. എത്ര സുന്ദരിയായിട്ടുണ്ട്. നിന്റെ ഈ സൗന്ദര്യം കാണുമ്പോൾ എനിക്ക് പുകഴ്ത്താനാ തോന്നുന്നത്. റിയലി ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല കമന്റാ. താങ്ക് യു. ഹായ് അബി, പ്ലീസ് ഞാൻ ഇപ്പോ വരാം. Hi. മൈ ഗോഡ്, ഹൗ ആർ യു? Sweetheart, you're looking so gorgeous. താങ്ക് യു സോ മച്ച്. ആലിയ, നിന്റെ ഏട്ടനെ ശ്രദ്ധിക്കണം. ഞാൻ ബാക്കിയുള്ള ഗസ്റ്റിനെ കണ്ടിട്ട് എന്റെ ഏട്ടൻ മാത്രമല്ല നിന്റെ സ്പെഷ്യൽ ഗസ്റ്റും കൂടിയാ. So don't you worry. I'm gonna take utmost care of him. ഓക്കെ, see you. See you. Bye, Tanu. കണ്ടോ ഏട്ടാ? ആ കണ്ടല്ലോ, നല്ല ഡ്രസ്സാ. ഡ്രസ്? എക്സ്ക്യൂസ് മീ ഏട്ടാ, വാട്ട്സ് റോങ് വിത്ത് യു? ഞാൻ ഡ്രസ്സിനെ കുറിച്ചല്ല തനുവിനെ കുറിച്ചാ പറയുന്നത്. അവള് വളരെ ഹാപ്പി ആയിരുന്നല്ലേ? റിയലി? യാ, ഞാനത് നോട്ടീസ് ചെയ്തു എങ്ങനെയാ അവള് വന്ന് ഏട്ടനെ ഹഗ് ചെയ്തെന്ന്. പിന്നെ എനിക്ക് തനുവിനെ ഒത്തിരി നാളായിട്ട് അറിയാം. ഐ നോ ഫോർ എ ഫാക്ട് അവള് അത്ര പെട്ടെന്നൊന്നും ആരെയും അങ്ങനെ ഹഗ് ചെയ്യാറില്ല. അവൾ അത്രയ്ക്ക് ഹാപ്പി ഒന്നും ആയിരുന്നില്ല. വെൽ, എനിക്ക് അങ്ങനെയാ തോന്നിയത്. കുറച്ച് നാണിക്കുന്നതായിട്ടും തോന്നി. എനിക്ക് തോന്നിയില്ല. ഏട്ടൻ എങ്ങനെ കാണാനാ? ഇതൊക്കെ പെൺകുട്ടികൾ മാത്രമല്ലേ കാണുള്ളൂ. യു മെൻ, ഐ ടെൽ യു, യു ആർ സോ ഇൻസെൻസിറ്റീവ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് ഏട്ടനെ നോക്കുന്നുണ്ട്. നീ ഇത് എന്ത് കണക്ഷനെ പറ്റിയാ പറയുന്നത് ആലിയ? ഞാൻ ഒരു കണക്ഷനെ കുറിച്ചും പറയുന്നില്ല. എന്നോട് കള്ളം പറയണ്ടേ. എൻ്റെ അടുത്ത് ഒന്നും ഒളിക്കാനും പറ്റില്ല. ഓൾറൈറ്റ്? പിന്നെ ഇതിലെന്താ കുഴപ്പം? വെൽ, ഏട്ടൻ റോക്സ്റ്റാർ അബി, ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചുലർ. തനും സിംഗിൾ ആണല്ലോ. ഏട്ടന്റെ മനസ്സ് പറയുന്നതാ കേൾക്കേണ്ടത്. ഒരു സെക്കൻഡ്. എന്റെ മനസ്സിൽ എന്തായാലും ഒന്നുമില്ല. സോ നീ ഇത്ര ഓവർ ഡ്രാമാറ്റിക് ആവണ്ട. ഓൾറൈറ്റ്? ഞാൻ അങ്ങനെ ഓവർ ഡ്രമാറ്റിക് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. Wow. ഈ കാര്യം ഏട്ടൻ വെയിറ്റ് എ സെക്കൻഡ്. താങ്ക് യു. സോ മനസ്സിലെ കാര്യം മനസ്സ് തന്നെ പറയട്ടെ. ഇതകത്ത് പോയാലുണ്ടല്ലോ മുഴുവൻ സത്യവും പുറത്തേക്ക് വരും. നീ എന്താ വിചാരിച്ചേ? ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാ കുടിക്കുന്നതെന്നാ? ആദ്യത്തെ തവണയല്ലേ ഒളിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് മനസ്സിലെ കാര്യം എന്നോട് ഒളിക്കുന്നത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ആൻഡ് യു നോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. സോ പ്ലീസ് ലെറ്റ്സ് എൻജോയ്. തനു, കം കം. എക്സ്ക്യൂസ് മീ. എത്ര തവണ ഏട്ടൻ അവളെ നോക്കുമോ അത്രയും കാര്യങ്ങൾ എളുപ്പമായി. ടു അവർ ഫ്രണ്ട്ഷിപ്പ് ഗൈസ്, കം ഓൺ. എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നില്ല. ആലിയ എന്നെ അകത്ത് പോകാൻ സമ്മതിച്ചില്ല. കൂടാതെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു വീട്ടിൽ പോവാൻ. എന്തായിരിക്കും കാരണം? ഇനിയിപ്പോ എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം വരില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ പുറത്ത് നിൽക്കാം. അദ്ദേഹം പുറത്ത് വന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നത് വരെ ഞാൻ എവിടെയും പോവില്ല. അമ്മേ, എവിടെയാ മോളെ? രാവിലെ അഭിയുടെ മെസ്സേജ് വന്നപ്പോ നീ പോയതല്ലേ? ഒന്നും കഴിക്കാതെ ഇതുവരെ ഫോണും ചെയ്തില്ല, മെസ്സേജ് വെച്ചില്ല. നീ ഓക്കെ ആണോ? ആ പിന്നെ ആ ജോലിയുടെ കാര്യം എന്തായി? ആ അമ്മേ, ഞാൻ ഓക്കെയാ. എനിക്ക് ജോലിയും കിട്ടി. ആണോ? അഭികാരനാണോ കിട്ടിയത്? അതെ, അദ്ദേഹം കാരണം ജോലി. അതെന്തായാലും വളരെ നന്നായി. ഈശ്വരൻ നമ്മളെ ശരിക്കും അനുഗ്രഹിച്ചു. പക്ഷെ നീ ഇപ്പൊ എവിടെയാ?
അവിടുന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലോ. അതമ്മേ അത് ഇന്ന് ആദ്യത്തെ ദിവസല്ലേ ജോലിയുടെ. പിന്നെ ജോലി ഒരുപാട് പഠിച്ചെടുക്കാനും ഉണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ബോസിന്റെ കൂടെ ഒരു പാർട്ടിക്ക് വന്നിരിക്കുക. വീട് എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. ഇനിയും താമസിക്കോ മോളെ? ഇപ്പൊ തന്നെ 9 മണി. 9 മണിക്കല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നേ? നീ ഇനി എപ്പോ വരാനാ? അത് പിന്നെ അമ്മേ, ഞാൻ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചോളാം അമ്മേ. ബോസ് എന്നെ വീട്ടിൽ കൊണ്ടാക്കും, അമ്മ പേടിക്കണ്ട. പക്ഷെ പ്രിയ, ഇതെന്ത് ജോലിയാ മോളെ? ഇങ്ങനെയാണെങ്കിൽ നിനക്ക് എപ്പോഴും പുറത്തു പോക്കും. പാർട്ടിയിൽ പോക്കേ കാണത്തുള്ളല്ലോ. ഇല്ലമ്മേ, എന്നും ഇങ്ങനെ ഉണ്ടാവില്ല. അതിന്ന് ആദ്യത്തെ ദിവസമല്ലേ അമ്മേ. അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം കാരണം ആ ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ അത് അദ്ദേഹത്തിന് വിഷമാവില്ലേ? നീ ചെയ്ത എന്തായാലും നന്നായി. മോളെ നോക്ക്, ഇനി അധിക നേരം അവിടെ നിൽക്കണ്ട. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് വരണം. ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ ഫോൺ ചെയ്യണം. നിനക്കറിയാലോ, നീ വിളിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ആ ശരി അമ്മ, ശരി. എന്നാ ശരി, പെട്ടെന്ന് ഇങ്ങ് വാ. വാ. ഈ പാർട്ടി കഴിയാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ലല്ലോ. സാരമില്ല, രാത്രി മുഴുവൻ ഉണ്ടായാലും ഞാൻ അദ്ദേഹത്തെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാതെ പോവില്ല. ദിസ് ഇസ് ദ 70th ടൈം ഏട്ടൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവളെ നോക്കുവല്ല, അവളെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. സോ എന്താ ഒബ്സർവ് ചെയ്ത്? അതുകള് ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോലെയൊന്നുമല്ല, ഷയ്യ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡാൻസ് കളിക്കാത്തത്. അത് ചിലപ്പോ അവൾക്ക് ഇവരുടെ ഒപ്പം ഒന്നും ഡാൻസ് കളിക്കാൻ ആഗ്രഹമില്ലെങ്കിലോ? അതെന്താ? എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ഇവരോടൊക്കെ ഡാൻസ് ചെയ്യാതെ പിന്നെ അവളെ അച്ഛൻ്റെ കൂടെയാണോ ഡാൻസ് കളിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നു ചിലപ്പോ അവള് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ? മേ ബി. Why don't you have this drink? ഓ നോ നോ, വേണ്ട. Come on, rockstar Rabi saying no to drink. എന്താ നേരത്തെ പറഞ്ഞ? ഞാൻ കുട്ടിയൊന്നും അല്ല ആലിയ. Awesome. Abhi, may I have pleasure to dance with you? Come on, it's my party and you should enjoy, right? ഈ പാർട്ടി തീരാൻ എന്താ ഇത്ര താമസിക്കുന്നത്? ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. അല്ല, ഒരു തവണ അകത്ത് പോയി നോക്കിയാലോ? പോയി ചെക്ക് ചെയ്തിട്ട് വരാം. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടാലോ? ചിലപ്പോൾ വഴക്കുണ്ടാക്കിയാലോ? എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് എന്തായാലും വഴക്ക് പറയും. എങ്കിലും ദൂരെ നിന്നൊന്ന് നോക്കാം, അദ്ദേഹം ഓക്കെ ആണോ അല്ലയോ? Come with me.
അബി അബി നീ ഇരിക്കെ. എന്റെ തല എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുക. ഞാനെന്തോ ഒരുപാട് കുടിച്ചായിരുന്നോ? നീ ഇരിക്കെ, ഞാൻ നിന്നെ അബി 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 എഴുന്നേക്ക്. അബി അബി എഴുന്നേക്ക്. I'm sorry. അബി എഴുന്നേക്ക്. I'm sorry. I'm sorry. ആലിയ 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 ഞാൻ വിളിക്കാം. ആലിയ ഏട്ടാ അയ്യോ ഓക്കെ എന്താ പറ്റി? ആലിയ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കാൻ പറ്റുമോ? ആ ഏട്ടാ കം. Okay, wait. Let me call the guards. Guards! പുറത്ത് ഏട്ടന്റെ വൈറ്റ് SUV ഉണ്ട്. ഏട്ടനെ കൊണ്ടുപോയിട്ട് ഡ്രൈവറിനോട് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിടാൻ പറയും. പെട്ടെന്നാവട്ടെ. Oh God. സോറി. സൂക്ഷിച്ചു കൊണ്ടുപോകണം. ആലിയ പറഞ്ഞത് ശരിയാ. തനു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക. ഞാൻ എന്തിനാ അകന്നു പോയത്? അദ്ദേഹം ഓക്കെ ആവാനല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന് എന്റെ എന്താവശ്യമുള്ളത്? ഞാൻ കരുതി ഞാനൊപ്പം ഉണ്ടായാൽ അദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വരുമെന്ന്. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. തനു കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. വെറുതെ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ പോകേണ്ടതായിരുന്നു. ഞാൻ എന്തിനാ അദ്ദേഹത്തെ കുറിച്ച് ഇത്ര അധികം ചിന്തിക്കുന്നത്? തനു ആലിയ ഉണ്ടല്ലോ അദ്ദേഹത്തെ നോക്കാനായിട്ട്. ഇദ്ദേഹത്തിന് എന്തു പറ്റി? എന്താ ഇങ്ങനെ വരുന്നേ? അയ്യോ സൂക്ഷിച്ച്. എന്താ എന്ത് പറ്റി ഇദ്ദേഹത്തിന്? എന്താ ഇങ്ങനെ വരുന്നേ? മാഡം സാർ ഒരുപാട് കുടിച്ചു. നോക്കൂ സാർ, നിങ്ങൾ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ അല്ല. കാർ എവിടെ കിടക്കുന്നത് മാഡം? കാറെ കൊണ്ടിരുത്താം. കാറ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. വരൂ. പതുക്കെ സൂക്ഷിച്ച് നേരെ ഇരിക്കെ. കാറ്റാടിയോ? എപ്പോ വന്നു? നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞല്ലോ, പിന്നെ എപ്പോഴാ വന്ന്? ഓ നീ കാറ്റാടിയാണല്ലോ. അപ്പോൾ കാറ്റിൽ കൂടെ പറന്നങ്ങ് വന്നു കാണും അല്ലേ? അല്ലേ? നിന്റെ പേരെന്താ? കാറ്റാടിന്ന് മാത്രം ഓർമ്മ വരുന്നുള്ളൂ. എന്നാലും ആ പേരെന്താ? നികിത. എന്ത് പേരല്ലേ നികിത? കുറച്ച് നീളം കൂടി പോയി. ഈ ചെറിയ പേരെന്തെങ്കിലും ഇട്ടൂടായിരുന്നോ? ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ എത്ര കുടിക്കുന്നത്? അതിന് ആര് കുടിച്ചു നീ പറയുന്നേ? ചുമ്മാ ഓരോന്ന് വിളിച്ചു പറഞ്ഞോളൂ കുടിച്ചു. ഇപ്പൊ എനിക്കൊരു പാട്ടുണ്ടാക്കാനുള്ള മൂഡ് തോന്നുക. ഞാനൊരു ട്യൂൺ ഉണ്ടാക്കിയാൽ നീ ആ ലിറിക്ക് എഴുതാൻ പറ്റുമോ നിനക്ക്?